അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ് പൊതുപരീക്ഷ നേരിടുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രണ്ടാമത്തെ പാഠം വളരെ സിമ്പിളാട്ടോ. നമ്മൾ അവിടുത്തെ ആശയം മനസ്സിലാക്കുക. മഫ്ഊൽ ഫീഹി ആണ് ഇവിടുത്തെ ചർച്ച. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഥലം, കാലം, അതിലൊരു പ്രവർത്തനം സംഭവിക്കുമ്പോൾ അതിന് മഫ്ഊൽ ഫീഹി എന്ന് പറയും. ഉദാഹരണം വൈകുന്നേര സമയം. ആ വൈകുന്നേര സമയത്ത് നമ്മൾ പ്രവർത്തനം സംഭവിക്കുകയാണ്. ഞാൻ വൈകുന്നേര സമയം കോഴിക്കോട് പോകും എന്ന് പറയാം, അല്ലെങ്കിൽ കോഴിക്കോട് പോയി, എന്തായാലും വേണ്ടില്ല. അപ്പോൾ ആ പ്രവർത്തനം ആ വൈകുന്നേര സമയത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുമ്പോൾ എന്ത് പറയും? അതിന് മഫ്ഊൽ ഫീഹി എന്ന് പറയും. ഇനി ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി, അപ്പോൾ മരത്തിൻ്റെ മുകളിൽ ആ കയറുന്നത് സംഭവിച്ചു, അപ്പോൾ അത് സ്ഥലമാണ്. അപ്പോൾ അതിനെന്നുള്ള മഫ്ഊൽ ഫീഹി എന്ന് അതിനും പറയാം. അവൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി, അവന് നാളെ മദ്രസയിൽ വരും. ഇത് രണ്ടും മഫ്ഊൽ ഫീഹി ആണ്. അവന് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുമെന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ അവന് പ്രവർത്തനം സംഭവിക്കുന്നത്. അവൻ നാളെ മദ്രസ വരും എന്ന് പറഞ്ഞാൽ അവിടെ സമയത്തിലാണ് അവന് പ്രവർത്തനം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്ത് പറയും? മഫ്ഊൽ ഫീഹി. അങ്ങനെ ഈ സ്ഥലത്തിൽ സംഭവിക്കുന്നതിന് മറ്റൊരു പേരാണ് ലർഫ് മക്കാൻ. ഇനി കാലത്തിൽ സംഭവിക്കുമ്പോഴോ അവൻ നാളെ വരും, അപ്പം അതിന് ലർഫ് സമാൻ എന്ന് പറയും. അവൻ മരത്തിന് മുകളിൽ കയറും, അതിന് ലർഫ് മക്കാൻ എന്ന് പറയും. ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് ലർഫ്, അത് മഫ്ഊൽ ഫീഹിയാണ്. അതോടൊപ്പം എന്താണ്? ലർഫ് മക്കാനാണ്. ഞാൻ ഇന്നലെ മദ്രസയിൽ പോയിരുന്നു. അവിടെ ഇന്നലെ എന്നുള്ളത് ഇന്നലെ സമയത്തിലാണ് എൻ്റെ പോക്ക് സംഭവിച്ചത്. അപ്പോൾ അതിനെന്താ പറയാം? മഫ്ഊൽ ഫീഹി. അഥവാ മഫ്ഊൽ ഫീഹി ഏതാണ്? ലർഫ് സമാനാണ്. അപ്പോൾ മഫ്ഊൽ ഫീഹി രണ്ട് വിധേനയായിട്ട് വരും. അഥവാ മക്കാന്, അതുപോലെ തന്നെ സമാൻ, കാലം, അതുപോലെ തന്നെ സ്ഥലം. അപ്പോൾ അതിനെന്ത് പറയും? ലർഫ് മക്കാൻ, അതുപോലെ ലർഫ് സമാൻ. അപ്പോൾ മഫ്ഊൽ ഫീഹി എന്താണ്? രണ്ട് വിധേന വരിക. ഒന്നുകിൽ ലർഫ് മക്കാനായിരിക്കും, അല്ലെങ്കിൽ ലർഫ് സമാനായിരിക്കും കേട്ടോ. അപ്പോൾ ഒരാൾ പ്രവർത്തനം കാലത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് പറയും? അതിന് ലർഫ് സമാൻ. ഒരാൾ പ്രവർത്തനം ഒരു സ്ഥലത്തിൽ സംഭവിക്കുമ്പം അതിനെന്ത് പറയും? ലർഫ് മക്കാൻ. ഇത് രണ്ടിനും പറയുന്ന പേരാണ് മഫ്ഊൽ ഫീഹി. അതിനെന്താ? നസ്ബ എപ്പോൾ ഉണ്ടാകുക? അത് ഈ പാഠത്തിന് ചുരുക്കം. ഉദാഹരണം നോക്കുക. യർജുൽ ഔലാദ്, കുട്ടികൾ മടങ്ങും. മസാൻ, നമ്മൾ ആശയം മാത്രം പറയാം. യർജുൽ ഔലാദ്, കുട്ടികൾ മടങ്ങും. മസാൻ, വൈകുന്നേര സമയത്തിൽ. അപ്പോൾ വൈകുന്നേരം അവർ മടങ്ങൽ സംഭവിക്കുന്നത്. അപ്പോൾ മസാ അൻ എന്ന് പറയണം, നസ്ബ് കൊടുക്കണം. നമ്മുടെ ഫത്തഹത്തുൽ നസ്ബ് കൊടുത്തു. സാഫർതു ഫി ത്വായിറത്തി, ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തു. സായത്തിന് ഒരു മണിക്കൂർ സമയത്തിലെ യാത്ര സംഭവിക്കുന്നു കേട്ടോ. സമാൻ, കാലമാണ്. ഇവിടെ മണിക്കൂറാണ്, അതും കാലമാണ്. മസാൻ, വൈകുന്നേരം, അതും കാലമാണ്. എന്നാൽ ഇത് കാലമല്ല, സ്ഥലമാണ്. ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാർ. ഇവിടെ അർത്ഥം മാത്രം നോക്കുക. ഇഖ്തഫ, മറഞ്ഞിരുന്നു, അല്ലെ അക്രമി മറഞ്ഞിരുന്നു. ഇവിടെ ചുമരിൻ്റെ പിൻഭാഗത്തിൽ, ആ പിൻഭാഗം എന്ന സ്ഥലത്താണ് എന്ത് മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഖൽഫ നസ്ബ കിട്ടുക. ഖൽഫി പറയൂല, ഖൽഫു പറയൂല, ഖൽഫ നസ്ബ്. ഇവിടെയോ മസാ അൻ, അവിടെ മസാ ഇൻ എന്ന് പറയൂല, മസാ എന്ന് പറയും, മസാ അൻ നസ്ബ കിട്ടുക കേട്ടോ. അതുപോലെ ഇതാ, ഞാൻ നക്ഷത്രക്കൂട്ടത്തെ എവിടെ കണ്ടത്? ആകാശത്തിൽ. ശർക്കൻ, കിഴക്ക് ഭാഗത്ത് കണ്ടു. സ്ഥലമാണ്. അപ്പോൾ ഇതെന്താണ്? മഫ്ഊൽ ഫീഹിയാണ്. ഖൽഫ മഫ്ഊൽ ഫീഹിയാണ്. പക്ഷെ എന്താണ്? ഇത് സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇത് പറയും ലർഫ് മക്കാൻ. ഇതും ലർഫ് മക്കാൻ. ഇതോ ലർഫ് സമാൻ, ഇതും ലർഫ് സമാൻ. ഇത്രയും പാഠത്തിലുള്ളൂ. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ. അപ്പോൾ മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവർത്തനം കാലത്തിലോ അതല്ലെങ്കിൽ സമയത്തിലോ സംഭവിക്കുമ്പോൾ അതിന് മഫ്ഊൽ ഫീഹി എന്ന് പറയും.